കേരള സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യ അക്കാദമി തന്നെ അപമാനിച്ചെന്നാണ് വിമർശനം. സാഹിത്യ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫല തുകയാണ് വിമർശനത്തിന് വഴിവെച്ചത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് CICC ജയചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. പ്രശ്നം പരിഹരിക്കാൻ അക്കാദമി ഇടപെടണമെന്ന് ജയചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നായിരുന്നു നളിനിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം. അവിടെ കേട്ടിരിക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ആ കാര്യം വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ഇന്ന് 3-ാം തീയതി രാവിലെ 8:34 എനിക്ക് വാട്സാപ്പിൽ ഈ പോസ്റ്റ് ഇടുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത് മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, 67 വയസ്സുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബസ്സിൽ കയറി അല്ലെങ്കിൽ തീവണ്ടിയിൽ പോയി ആശാൻ്റെ നളിനിയെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറയുന്നതിന് സാഹിത്യ അക്കാദമിക്കല്ല ആർക്കും സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലത്തേക്കാൾ കൂടുതൽ അദ്ദേഹം ടാക്സി കാശിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പണ്ട് ബാലൻ സീരിയലിൽ അഭിനയിക്കുന്നത് ഒരു മഹാപാതകമാണ് എന്ന് വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. കവിത എഴുതിയാൽ പോരെ, എന്തിനാ സീരിയലിൽ അഭിനയിക്കണമെന്നുള്ള അതിൻ്റെ മറുപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ 1100 രൂപ ഞാൻ ടാക്സി കാശ് കൊടുത്തത് ഞാൻ സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ഒരു പരിപാടി നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ആശാൻ്റെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആശാൻ്റെ കവിതകളെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ, അതിനൊരു പ്രസംഗം നടത്തുമ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്. ആ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ അതിനൊരു വലിയ ഹോംവർക്ക് വേണം, വലിയ റെഫറൻസ് വേണം. ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും സമയമെടുത്താലാണ് അങ്ങനെ ഒരു പ്രസംഗം കൊണ്ടുവരാൻ സാധിക്കുകയും അത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു മാനസികമായ വലിയ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിനിന് നമുക്കൊരിക്കലും വിലയിടാൻ പറ്റില്ല. അതിപ്പോൾ 25,000 രൂപ കൊടുത്താൽ പോലും നമുക്കതിന് വിലയിടാൻ പറ്റില്ല.